ഹായ് മക്കൾസ്, അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദനവും ആരോഗ്യം എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി കിണ്ണൻ ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിൽ ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഗർഭസ്ഥ ശിശു, അതായത് ഒരു ഫീച്ചേഴ്സ് കുട്ടി, ഓക്കെ, വയറ്റിലുള്ള ഒരു കുഞ്ഞുകുട്ടി, ആ കുഞ്ഞുകുട്ടിയുടെ വളർച്ചയുടെ ഗ്രോത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവ ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യണം, ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ചോദ്യമാണ്, ഓക്കെ, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഒന്നാമത്തേത് തലമുടിയുടെയും ശരീര രോമങ്ങളുടെയും വളർച്ച, അതായത് ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആൻഡ് ബോഡി. ഹെഡിലും ബോഡിയിലൊക്കെ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ വരുന്നു. അത് ഏത് സമയത്താണ്? ഒരു വയറ്റിലുള്ള ഒരു കുട്ടിയുടെ 1ാമത്തെ മാസത്തിലാണോ, അതോ 5ാമത്തെ മാസത്തിലാണോ, അതോ 10ാമത്തെ മാസത്തിലാണോ, അല്ലെങ്കിൽ 9ാമത്തെ മാസത്തിലാണോ? 10ാമത്തെ മാസമല്ലേ, ഓക്കെ, 9ാമത്തെ മാസത്തിലാണ്. ഏത് മാസത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ട്രൈമസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇത് കണക്കാക്കട്ടോ. മൊത്തം 9 മാസമാണല്ലോ. അപ്പോൾ ആദ്യത്തെ 3 മാസം 1ാം ട്രൈമസ്റ്റർ, രണ്ടാമത്തെ 3 മാസം 2ാം ട്രൈമസ്റ്റർ, മൂന്നാമത്തെ 3 മാസം 3ാം ട്രൈമസ്റ്റർ, അതായത് 1ാം ത്രൈമാസം, 2ാം ത്രൈമാസം, 3ാം ത്രൈമാസം. ഇതിൽ ഏത് ത്രൈമാസത്തിലാണ് ഈ ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആൻഡ് ബോഡി നടക്കുന്നത്? അത് നമ്മൾ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ശരീര വലുപ്പം കൂടുന്നത് ഏത് ട്രൈമസ്റ്ററിലാണ്? ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് ഏത് ട്രൈമസ്റ്ററിലാണ്? കൈകാലുകളും വിരലുകളും, ഫോർമേഷൻ ഓഫ് ലിംസ് ഏത് ട്രൈമസ്റ്ററിലാണ് സംഭവിക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശം പൂർണ്ണ വളർച്ച എത്തുന്നത്, ലങ്സ് അതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് അറ്റൈൻ ചെയ്യുന്നത് ഏതൊരു സമയത്താണ്? അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ഫീച്ചേഴ്സ്, കുട്ടി ചലിക്കുന്നത്, കുട്ടി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് ഏത് സമയത്താണ്? പിന്നെ അതുപോലെ തന്നെ ലൈംഗികാവയവങ്ങളും അതിൻ്റെ വ്യവസ്ഥയും രൂപപ്പെടുന്നത്, സെക്സ് ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്, അത് ഏത് സമയത്താണ്? പിന്നെ അതുപോലെ തന്നെ ശരീരഭാരം വർദ്ധിക്കുന്നത് ഏത് സമയത്താണ്? ഇതൊക്കെ ഏത് സമയത്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 ട്രൈമസ്റ്ററുകളുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ, അഥവാ 1ാം ത്രൈമാസം, 2ാം ത്രൈമാസം, 3ാം ത്രൈമാസം. 1ാം ത്രൈമാസം എന്ന് പറഞ്ഞാൽ 1 to 3 മന്ത്, ആദ്യത്തെ 3 മാസം. 2ാം ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 4 to 6 മന്ത്, അതായത് 2ാമത്തെ 3 മാസം. മൂന്നാമത്തെ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 7 to 9 മന്ത്, അതായത് 3ാമത്തെ 3 മാസം. ഇതാണ് ഇതിൻ്റെ ഒരു റൂട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഐഡിയ, ഓക്കെ. ഇനി ഇതിൽ ഏതൊക്കെ മാസത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. നമുക്ക് നോക്കാം. ഈ തലമുടി, ശരീര രോമങ്ങളുടെ വളർച്ച, അതൊക്കെ ഫസ്റ്റത്തെ 3 മാസത്തിൽ നടക്കുമോ? ഇല്ല. ഫസ്റ്റത്തെ 3 മാസത്തിൽ കുട്ടീൻ്റെ ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ കുട്ടി ആണാണോ പെണ്ണാണോ തീരുമാനിക്കാനുള്ള സെക്സ് ഓർഗൻസ് ഉണ്ടാവുക, പിന്നെ കൈകാലുകളും വിരലുകളും, ആ ഒരു സാധനമൊക്കെ ഉണ്ടാകുന്നതാണ് ഫസ്റ്റത്തെ 3 മാസത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ തലമുടിയുടെയും ശരീര രോമങ്ങളുടെയും വളർച്ച എന്താണ്? അത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, ഇവിടെ 2 എന്നിടാം, ഓക്കെ, സെക്കൻഡ് ട്രൈമസ്റ്റർ. പിന്നെ ശരീര വലിപ്പം കൂടുന്നത് അത് ഏറ്റവും ലാസ്റ്റ് ആണ്, തേർഡ് ട്രൈമസ്റ്ററിലാണ്, ഓക്കെ. പിന്നെ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് അത് ഫസ്റ്റ് പ്രോസസ്സാണ്. നമ്മളൊരു കുട്ടി ഇങ്ങനെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 1ാമത്തെ ട്രൈമസ്റ്റർ ആട്ടോ, ഓക്കെ. ഇവിടെ ദ ഹാർട്ട് ബീറ്റ് ബിഗിൻസ്, ഫോർമേഷൻ ഓഫ് ഹാർട്ട് ബീറ്റ് ബിഗിൻസ്, അത് 1ാമത്തെ ട്രൈമസ്റ്റർ ആണ്. പിന്നെ കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നു, ഫോർമേഷൻ ഓഫ് ലിംസ് എന്താണ്? അതും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സംഭവിക്കും, 1ാമത്തെ ട്രൈമസ്റ്ററിൽ സംഭവിക്കും, ഓക്കെ. ഇനി ശ്വാസകോശം പൂർണ്ണ വളർച്ച എത്തുന്നത് അത് ഏറ്റവും ലാസ്റ്റിലാണ്. ശ്വാസകോശം അതിൻ്റെ കംപ്ലീറ്റ് ഗ്രോത്തിലെത്തുക. ശ്വാസകോശം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഗ്രോത്ത് ഒക്കെ, പക്ഷെ അതിൻ്റെ ഗ്രോത്ത് കറക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് തേർഡ് ട്രൈമസ്റ്ററിലാണ്, ഓക്കെ. പിന്നെ കൺപോളകൾ തുറക്കുന്നു, കൺപീലികൾ രൂപപ്പെടുന്നു, അതൊക്കെ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. അതുവരെ കുട്ടി ഇങ്ങനെയൊക്കെ, പിന്നെ പെട്ടെന്ന് കുട്ടി പൊളിക്കും, ഏതാ പരിപാടിയില്ലേ, ഓക്കെ. പിന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം, കുട്ടിക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്, മൂവ് ചെയ്യണമെങ്കിൽ കൈയും കാലൊക്കെ ഉണ്ടാവണ്ടേ, കൈയും കാലും 1ാമത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടായി, അപ്പോൾ 2ാമത്തെ ട്രൈമസ്റ്ററിലായിരിക്കും കുട്ടി മൂവ് ചെയ്യുക. പിന്നെ ലൈംഗിക അവയവങ്ങൾ അത് 1ാമത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടാവും. അതായത് ആദ്യത്തെ 3 മാസം തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് ശരിക്കും സ്കാനിങ്ങിലൂടെ മനസ്സിലാവും, പക്ഷെ അത് പറഞ്ഞു കൊടുക്കൂല. കാരണം അത് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടില്ലേ. നമ്മളെങ്ങനെ പ്രസവിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫീൽ വരണം, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, അത് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യരുത്, ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പിന്നെ അത് പറഞ്ഞു കൊടുക്കുന്നത് ലീഗലി തെറ്റാണ് കേട്ടോ, ആരും പറഞ്ഞു കൊടുക്കൂല, ഓക്കെ. അപ്പോൾ ലൈംഗികാവയവങ്ങൾ രൂപപ്പെടുന്നത്, സെക്സ് ഓർഗൻ ഡെവലപ്പ് ചെയ്യുന്നത് 1ാമത്തെ ട്രൈമസ്റ്ററിലാണ്. പിന്നെ ശരീരഭാരം വർദ്ധിക്കുന്നു, അതും ശരീരഭാരം ശരീര വലിപ്പമൊക്കെ വർദ്ധിക്കുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ്, തേർഡ് ട്രൈമസ്റ്ററിലാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് കറക്റ്റ് എഴുതി കൊടുത്താൽ മതി, വെറുതെ എഴുതി കൊടുത്ത് സമയം കളയണ്ടല്ലോ എന്ന് എഴുതിയിട്ടോ, ഓക്കെ. ഇനി ഇതാ വെറുതെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്നുകൂടി വെറുതെ ചുമ്മാ ഒന്ന് നോക്കി പഠിക്കുക. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടക്കുന്ന സംഭവങ്ങളാണ് എന്ത്, ഹാർട്ട് ബീറ്റ് ബിഗിൻസ്, ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ സെക്സ് ഓർഗൻസും ഓർഗൻ സിസ്റ്റം
സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ലിംസ്, ഫിംഗേഴ്സ് ആൻഡ് ടോപ്സ്, കൈകാലുകളും വിരലുകളും രൂപം കൊള്ളും. ഇതൊക്കെ ആദ്യത്തെ 3 മാസത്തിൽ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസത്തിൽ സംഭവിക്കുന്ന പരിപാടിയാണ്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ അഥവാ രണ്ടാമത്തെ 3 മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആൻഡ് ബോഡി, ഹെഡിലും ബോഡിയിലൊക്കെ ഹെയർസ്, രോമങ്ങൾ വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ഫീച്ചേഴ്സ്, കുട്ടി ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും. കാരണം കുട്ടിക്ക് എന്തുണ്ടായി? കൈകാലുകളും വിരലുകളൊക്കെ ഉണ്ടായി. പിന്നെ അതിങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കാറിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ? നമ്മളെ കൈയും കാലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വെക്കാറിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടി അതിങ്ങനെയൊക്കെ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഐലിഡ്സ് ഓപ്പൺ, ഐലാഷസ് ആർ ഫോംഡ്. അതുവരെ ഉറങ്ങിയിരുന്ന കുട്ടി പിന്നെ ഇങ്ങനെ തുറക്കും, കണ്ണൻ തുറക്കും. ഏതാ പരിപാടിയില്ലേ? ഐലിഡ്സ് ഓപ്പൺ ആൻഡ് ഐലാഷസ് ആർ ഫോംഡ്. പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിലാണ് ലങ്സിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് അറ്റൈൻ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടിന്റെ വലുപ്പം, കുട്ടിന്റെ സൈസ് ഒക്കെ കൂടുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ദ ബോഡി സൈസ് ഇൻക്രീസസ്. പിന്നെ അതുപോലെ തന്നെ ഗെയിനിങ് ഓഫ് ബോഡി വെയിറ്റ്, ശരീരഭാരം വർദ്ധിക്കുന്നു, ശരീര വലുപ്പം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. അപ്പോൾ ഈ 3 ട്രൈമസ്റ്ററിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചില്ലറയല്ല മക്കളെ, 3 മാർക്കാണ്. വെറുതെ കളയരുത്. സിമ്പിൾ സാധനമാണ്. നമുക്കൊരു ലോജിക്ക് വെച്ച് കണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ആദ്യം ഹൃദയമിടിപ്പ് ഉണ്ടാവും, കൈകാലും വിരലുകളും ഉണ്ടാവും. പിന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ തീരുമാനിക്കും. പിന്നെ മൂവ്മെന്റ് സംഭവിക്കും എന്നൊക്കെ നമുക്കൊരു ഐഡിയ വെച്ച് കിട്ടും. പിന്നെ ലാസ്റ്റ് ആയിരിക്കും കുട്ടിക്ക് ഭാരം വലുപ്പമൊക്കെ കൂടുക. അപ്പോൾ ആ 3 ട്രൈമസ്റ്ററിലെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കൊരു നേക്കിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സോ സി യു സൂൺ. നിങ്ങളുടെ സ്വന്തം അറക്കൽ.